ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും അതിനോടൊപ്പം തന്നെ എൻ്റെ കിച്ചൺ ക്ലീനിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും ഒന്നും മറന്നു പോകലേ. അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ. ഇന്നൊരു അവധി ദിവസമാണ്. അവധി ദിവസങ്ങളിൽ സാധാരണ ഞാൻ വൈകിട്ടാണ് എഴുന്നേൽക്കാറുള്ളത്. ഇന്ന് ഞാൻ അല്പം നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായത്, അതായത് 6 o'clock എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഇന്ന് നമുക്ക് പുറത്ത് കുറച്ച് പണികളുണ്ട്. സാധാരണ പുറത്തെ പണികളൊക്കെ ഞാൻ ചെയ്യാറ് വൈകുന്നേരങ്ങളിലാണ്. ഇന്ന് ഞാൻ രാവിലെ ചെയ്തതെന്ന് വെച്ചാൽ, ഇന്ന് അമ്പലത്തിൽ നിന്ന് പറ വരുന്നുണ്ട്. അപ്പോൾ പുറത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. കുറച്ച് പണികൾ രാവിലെ തന്നെ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പണികൾ വൈകുന്നേരം ചെയ്താൽ മതിയല്ലോ. അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് അടിച്ചു വാരാനും കുറച്ച് കരിയിലേക്ക് തീയിടാനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് കയറിയത്. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ്, അതായത് പുട്ടും പയറും പപ്പടവും. ഇവിടെ ആർക്കും വലുതായിട്ട് ഇഷ്ടമല്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ട്. സാധാരണ ഞാൻ അവധി ദിവസങ്ങളിലേ പുട്ടുണ്ടാക്കാറുള്ളൂ. കാരണം മോന് കോളേജുള്ള ദിവസങ്ങളിൽ പുട്ടുണ്ടാക്കിയാൽ അവൻ കിടന്ന് വഴക്കിടും. രാവിലെ ഇത്ര ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാനിങ്ങനെ കഴിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് അമ്മയ്ക്ക് അവധിയുള്ള ദിവസങ്ങളിൽ പുട്ടുണ്ടാക്കിയാൽ പോരെ എന്ന് ചോദിച്ചു. അതുകൊണ്ട് അവധിയുള്ള ദിവസങ്ങളിലേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. ഇത് പുട്ടും കടലയും അവന് തീരെ ഇഷ്ടമല്ല. പുട്ടും പയറും പപ്പടമാണെന്നുണ്ടെങ്കിൽ പിന്നെയും കഴിക്കും. അങ്ങനെ ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വെച്ച്, ആർക്കും ഇവിടെ വലുതായിട്ട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാക്കാറുണ്ടേ. ഞാനിവിടെ പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ പുട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. വേറെയുള്ള പുട്ടുപൊടി വെച്ചിട്ട് ഉപയോഗിച്ചാൽ അത്രയും സോഫ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ആദ്യമേ തന്നെ പുട്ടിനുള്ള പയറൊക്കെ അങ്ങ് വേവാനായിട്ട് കുക്കറിലേക്ക് ഇട്ടു. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. ആവി വന്ന് വിസിൽ വെച്ച് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി 3 വിസിലടിക്കുമ്പോഴത്തേക്കിന് പയർ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അങ്ങനെ പയറൊക്കെ ഒന്ന് വേവാൻ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ആ പുട്ടിലേക്കും പയറിലേക്കുമുള്ള തേങ്ങയൊക്കെ ഒന്ന് തിരുമിയെടുത്തു. എനിക്കാണെങ്കിൽ പുട്ടിൽ നന്നായിട്ട് തേങ്ങയൊക്കെ ചേർത്തുണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം. എനിക്കങ്ങനെ ഇന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തുള്ളൂ, ഇന്നത് കഴിക്കത്തില്ല, അങ്ങനെയുള്ള നിർബന്ധമൊന്നുമില്ല. നമ്മൾ പിന്നെ എന്ത് കിട്ടിയാലും കഴിക്കും. അവരാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പുട്ടെന്ന് പറയുന്ന ഭാഗത്തോട്ട് തിരിഞ്ഞു പോലും നോക്കത്തില്ല. അങ്ങനെ നമ്മുടെ പയറൊക്കെ അപ്പോഴത്തേക്കിന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തേങ്ങയൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്തു. അവന് പുട്ടെന്ന് മാത്രമല്ല, അരി വെച്ചുണ്ടാക്കുന്ന ഒരു പലഹാരങ്ങളോടും അവന് വലിയ ഇഷ്ടമൊന്നുമില്ല. മോനങ്ങനെ നിർബന്ധമൊന്നുമില്ല. പുട്ട്, ഉപ്പുമാവ്, ഈ 2 സാധനങ്ങളോടെയുള്ള അവന് ഇഷ്ടക്കുറവുള്ളത്. ബാക്കിയെല്ലാം അവൻ കഴിക്കും. അങ്ങനെ പയറൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ പുട്ടും പെട്ടെന്ന് തന്നെ അങ്ങ് റെഡിയാക്കി എടുത്തു. പുട്ടും പയറും പപ്പടമാണെങ്കിൽ ഒരു ഗുണമുണ്ട്, അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അതുകൊണ്ട് ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പുട്ടുണ്ടാക്കാറുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ പിന്നെ 365 ദിവസവും ചപ്പാത്തി കൊടുത്താൽ അത്രയും സന്തോഷം. അങ്ങനെ പുട്ടൊക്കെ ഒന്ന് ആവുന്ന സമയം കൊണ്ട് പിന്നെ ഞാൻ ആ പപ്പടം കൂടി ഒന്ന് കാച്ചിയെടുത്തു. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. നല്ല ആവി പറക്കുന്ന പുട്ടും പയറും പപ്പടവും അതിനോടൊപ്പം തന്നെ നല്ല കടുപ്പത്തിലുള്ള ഒരു ചായയൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചാൽ എന്താ സുഖം. അങ്ങനെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഹെവി ആയിരുന്നു. അങ്ങനെ ഞാനും മോനോടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമുക്കിനി അല്പം ഒരു ക്ലീനിങ് പരിപാടി ഉണ്ട്. അതായത് കിച്ചണൊന്ന് ക്ലീൻ ചെയ്യണം. ഞാൻ കൂടുതലും ക്ലീനിങ് ഒക്കെ നടത്തുന്നത് എനിക്ക് വലുതായിട്ട് പണിയില്ലാത്ത ദിവസങ്ങളിലാണ്. അതായത് രാവിലത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് മോനൊക്കെ പോയതിന് ശേഷം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒന്നിൽ ക്ലീനിങ്ങിന് ഇറങ്ങുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ തലേന്നത്തെ കറിയും ചോറും ഒക്കെ ഇരിപ്പുണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ അന്നായിരിക്കും കൂടുതൽ ക്ലീനിങ് ഒക്കെ ചെയ്യാറ്.
അങ്ങനെ ഇന്നലത്തെ കറികളൊക്കെ ഇരിപ്പുണ്ട് ഇന്ന്, പക്ഷേ ചോറ് ഇരിപ്പില്ല. അപ്പോൾ ചോറ് വെക്കണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഈ അങ്ങ് കുക്കറിലാക്കി അടുപ്പത്തേക്ക് വെച്ച് ഞാൻ കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത്. അങ്ങനെ നമ്മുടെ കിച്ചണിൽ നിന്ന് ക്ലീനിങ് നടക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് ചോറിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമല്ലോ. അങ്ങനെ ചോറങ്ങ് അടുപ്പത്തേക്ക് വെച്ചു. ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് വലിയ പണിയില്ലല്ലോ, അപ്പോൾ ഇന്നൊന്ന് കിച്ചണൊന്ന് ക്ലീൻ ചെയ്യാം, അത് നിങ്ങളെയും കൂടെ കാണിക്കാമല്ലോ എന്ന് കരുതി. നമ്മുടെ ഇവിടെ ഒരു കിച്ചണേ ഉള്ളൂ, അല്ലാതെ വർക്ക് ഏരിയ ആയിട്ടും സ്റ്റോർ റൂമായിട്ടും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരൊറ്റ കിച്ചണേ ഉള്ളൂ. അല്ലാതെ ഒരു പാർട്ടീഷൻ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിനെ വർക്ക് ഏരിയ ആയിട്ടൊന്നും കണക്ക് കൂട്ടാനൊക്കത്തില്ല. അവിടെ ഞാൻ എൻ്റെ പഴയ സ്റ്റൗ വെച്ച് വയ്ക്കുന്നതേ ഉള്ളൂ. ഈ കിച്ചണിൽ തന്നെ ആവശ്യത്തിനധികം സ്റ്റോറേജ് സ്പേസ് ഉള്ളതുകൊണ്ട് എനിക്കതിൻ്റെ ബുദ്ധിമുട്ടും തോന്നാറുമില്ല. കാരണം എല്ലാം വയ്ക്കാനായിട്ട് നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ എൻ്റെ കയ്യിൽ വലിയ ഹെവി ആയിട്ടുള്ള പാത്രങ്ങളൊന്നുമില്ല. എൻ്റെ കയ്യിലെല്ലാം കൊച്ചു കൊച്ചു പാത്രങ്ങളേ ഉള്ളൂ. അതുപോലെ ആവശ്യത്തിനുള്ള പാത്രങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് തന്നെ എനിക്ക് ധാരാളമാണ്. ഞങ്ങളൊരു കുഞ്ഞ്, അതായത് 3 പേരടങ്ങുന്ന ഒരു കുഞ്ഞു ഫാമിലിക്ക് ഈ കിച്ചൺ തന്നെ ധാരാളമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കിച്ചൺ വലുതോ ചെറുതോ എന്നുള്ളതിലല്ല കാര്യം, അതെങ്ങനെ നീറ്റായിട്ട് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതല്ലയോ കാര്യം. അല്ലാതെ ഇത്രയും വലിയ കിച്ചണുണ്ടായിട്ട് അത് വൃത്തികേടായിട്ട് കിടന്നിട്ട് അതിൽ കാര്യമില്ലല്ലോ. എനിക്കെപ്പോഴും ചെറിയ കിച്ചണാണ് ഇഷ്ടം. പണ്ടുള്ളവർ പറയുമല്ലോ, കിച്ചൺ വീട്ടിലെ അടുക്കള ചെറുതായിരിക്കണം, എന്നാലേ വീട്ടിലെ ചിലവും കുറയത്തുള്ളൂ എന്നിങ്ങനെ പറയുന്നത് കേൾക്കാം. അതുപോലെ ചെറിയ കിച്ചണാണെന്നുണ്ടെങ്കിൽ ഒരു ഗുണമുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. അതുപോലെ സമയവും ലാഭിക്കുക. ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഇത്രയും ചെയ്യേണ്ട കാര്യവുമില്ല. നമ്മുടെ വീട്ടിൽ ഏറ്റവും ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും കിച്ചണ്. കാരണം അവിടെ ഒത്തിരി കൊച്ചു കൊച്ചു സാധനങ്ങളുണ്ടായിരിക്കും. അതെല്ലാം ഓരോന്നായിട്ട് എടുത്ത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. മറ്റു റൂമുകളിലാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം സാധനങ്ങൾ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. അതേസമയം കിച്ചൺ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 2 ദിവസമെങ്കിലും കുറഞ്ഞത് എടുക്കാറുണ്ട് ക്ലീൻ ചെയ്യാനും. ഓരോന്നും എടുത്ത് ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്കിനും കുറഞ്ഞത് ഒരു 2 ദിവസമെങ്കിലും എടുക്കാറുണ്ട്. ചിലപ്പോൾ 2 ദിവസത്തിൽ കൂടുതലും എടുക്കാറുണ്ട്. ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ടാർഗറ്റ് വയ്ക്കും. ഇന്ന് ഇത്രയും ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു ടാർഗറ്റ് വയ്ക്കും. അത് ഇത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു ടാർഗറ്റ് വയ്ക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത്രയും സമയത്തിനുള്ളിൽ അത്രയും കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും. അതിൽ കൂടുതൽ ഞാൻ പിന്നെ ഉണ്ടായാലും ഞാൻ ചെയ്യത്തുമില്ല. അത് പിറ്റേ ദിവസമേ ചെയ്യത്തുള്ളൂ. അതുമല്ല, ഒരുപാട് നേരം ഒരു കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ നമുക്ക് തന്നെ മടുപ്പ് തോന്നത്തില്ലയോ. അതുകൊണ്ട് ഞാൻ ചെയ്ത് തീർക്കാവുന്ന എത്ര മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടോ അത്രയും ചെയ്ത് തീർക്കുക. അങ്ങനെ നമ്മൾ പയർ, പരിപ്പ് ഇതൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ബോട്ടിലില്ലേ, അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ ഒക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ഞാനൊരു ബ്രഷ് ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. അതാകുമ്പോൾ നന്നായിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുന്ന അഴുക്കൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും. ഞാൻ ഈ പരിപ്പ് പയറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ബോട്ടിൽ സാധനം തീരുമ്പം തന്നെ അടുത്തത് സ്റ്റോർ ചെയ്യുന്നതിന് മുന്നായിട്ട് അതങ്ങ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമേ അടുത്ത പ്രാവശ്യം സ്റ്റോർ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്ലീനിങ്ങിൻ്റെ അതൊക്കെ ബോട്ടിൽ ക്ലീനിങ്ങിൻ്റെ ഒരു ആവശ്യം വരുന്നതേ ഇല്ല. ക്ലീനിങ് ഒരിത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് ക്ലീൻ ആയതിന് ശേഷം അതൊക്കെ ഒന്ന് വൃത്തിയായി കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു വല്ലാത്ത സന്തോഷമാണ്. എല്ലാവർക്കും ഇങ്ങനെയാണോ എന്നറിയത്തില്ല, എനിക്കെങ്ങനെയാണ്. അതൊക്കെ ഒന്ന് വൃത്തിയായിട്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു വല്ലാത്ത സന്തോഷം തോന്നാറുണ്ട്. അങ്ങനെ ബോട്ടിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് വെച്ച് അതെല്ലാം കാലിയായിട്ട് കാണുന്നത് ഞാൻ ആ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഒന്നും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ല. ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം എല്ലാം ഒന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്ന.
അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ കൗണ്ടർ ടോപ്പിലിരിക്കുന്ന ഓരോ സാധനങ്ങൾ എടുത്ത് മാറ്റി ഓരോന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഈ കൗണ്ടർ ടോപ്പിലിരിക്കുന്ന സാധനങ്ങളിൽ കൂടുതൽ ഞാൻ എൻ്റെ ബർത്ത്ഡേക്കോ ആനിവേഴ്സറിക്കോ ഒക്കെ അവൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ബർത്ത്ഡേ ആനിവേഴ്സറിയൊക്കെ വരുമ്പോൾ അവന് എന്ത് ഗിഫ്റ്റ് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യമേ കിച്ചൺ ഐറ്റംസേ പറയത്തുള്ളൂ. അപ്പോൾ അവൻ എന്നോട് ചോദിക്കുന്നതൊന്ന് മാറ്റി പിടിച്ചുകൂടി, നിനക്ക് കിച്ചൺ ഐറ്റംസ് മാത്രമേ മേടിക്കാനുള്ളൂ, വേറെ എന്തെങ്കിലും ഐറ്റംസൊക്കെ വാങ്ങിക്കൂടെ എന്ന്. പക്ഷേ അവസാനം എത്തിച്ചേരുന്നത് എന്തെങ്കിലും കിച്ചൺ ഐറ്റംസിലായിരിക്കും. എനിക്കാണെങ്കിൽ എപ്പോഴും ഈ വലിയ വലിയ കിച്ചൺ സാധനങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കിച്ചൺ ഐറ്റംസുകളില്ലേ, അതിനോടാണ് എനിക്ക് കൂടുതലും താല്പര്യം. അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടാതെ നല്ല വിലയുള്ള നല്ല ക്വാളിറ്റിയുള്ള 3, 4, 5 പാത്രങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു കിച്ചണ്, അതായത് കടായി ആയാലും തവ, ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ തന്നെ ഒരു കിച്ചൺ നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ കൗണ്ടർ ടോപ്പിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വാരി വലിച്ചു വയ്ക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. വളരെ കുറച്ച് ഐറ്റംസ് പുറമേ കാണത്തക്ക രീതിയിൽ വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം അകത്ത് സ്റ്റോർ ചെയ്യുന്ന രീതിക്കുള്ളതായിരിക്കും കിച്ചൺ എപ്പോഴും കാണാനും ഭംഗി. അതിനുശേഷം ഞാൻ ഓവനൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഓവൻ ഞാൻ അധികം ഉപയോഗിക്കാറില്ല. ഞാൻ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂടാക്കണം, അതിനെന്തെങ്കിലും മാത്രമേ ഞാൻ ഓവൻ ഉപയോഗിക്കാറുള്ളൂ. അല്ലാതെ കേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് കുക്കറിൽ തന്നെയാണ്. എനിക്ക് കുക്കറിൽ ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടി ഈ ഓവനകത്ത് ഉണ്ടാക്കുന്നതിനേക്കായിട്ട് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ കുക്കറിലേ ഉണ്ടാക്കാറുള്ളൂ കേക്കൊക്കെ. ഈ ഇരിക്കുന്ന റൈസ് കുക്കർ കണ്ടോ, ഇതുപോലെ ഒരു ആനിവേഴ്സറിക്ക് അവൻ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നെ. ഇത് ഞാനാണെങ്കിൽ അധികം ഉപയോഗിച്ചിട്ട് പോലുമില്ല. കാരണം ഈ മട്ട റൈസ് ഉണ്ടല്ലോ, അതൊക്കെ വേവിക്കാനാണെങ്കിൽ ഇതിനകത്താണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അതേസമയത്ത് ചിക്കൻ കറിയൊക്കെ വയ്ക്കാൻ നല്ലതാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ. അങ്ങനെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ സാധനങ്ങൾ ഓരോന്നായി എടുത്ത് അതാത് സ്ഥാനത്ത് തന്നെ തിരികെ വെച്ചു. അതിനുശേഷം പിന്നെ ഞാൻ കിച്ചണിൽ തന്നെ കുറച്ച് മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം അവിടെ കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഈ ഇരിക്കുന്ന മണി പ്ലാന്റൊക്കെ ഞാൻ വെള്ളത്തിലാണ് വളർത്തിയിരിക്കുന്നത്. അത് വർഷങ്ങളായിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ്, അവിടെ നിന്ന് എടുത്ത് മാറ്റാറൊന്നുമില്ല. അവിടെ അത്യാവശ്യം നല്ല സൺലൈറ്റൊക്കെ കിട്ടുന്നത് കൊണ്ട് അത് നന്നായിട്ട് വളർന്നു വരുന്നത് കൊണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം അവിടെ കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഇവിടെയൊക്കെ പിന്നെ ഞാൻ ഇന്ന് ഡെയിലി ഒന്ന് സ്റ്റവൊക്കെ തുടയ്ക്കുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട്. അവിടെയൊക്കെ വലുതായിട്ട് അഴുക്കൊന്നുമില്ല. അതിന് ശേഷം പിന്നെ ഞാൻ മിക്സിയും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. മിക്സി ഞാൻ ഡെയിലി നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അന്നേരം തന്നെ ഒന്ന് നനഞ്ഞ തുണിക്കൊന്ന് തുടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ലീനിങ്ങിൻ്റെ ആവശ്യമേ വരുന്നില്ല. അതിനുശേഷം പിന്നെ ഞാൻ കടായി, തവ ഇങ്ങനെ വെക്കുന്ന ഒരു സ്റ്റാൻഡ് ഞാൻ ആ കോർണർ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഈ സ്റ്റാൻഡ് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ റേറ്റ് എങ്ങാണ്ട് 450 അങ്ങനെ എന്തോ ആയിരുന്നു. നല്ലൊരു സാധനമാണ്.
അതാകുമ്പോൾ നമ്മൾ തവയും കടായി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു കോർണറിൽ ഒരു സ്റ്റാൻഡിൽ ഒതുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, അധികം സ്ഥലം ആവത്തുമില്ല. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ കിച്ചൻ്റെ താഴെയുള്ള കബോർഡുകളൊക്കെ ഒന്ന് പുറമേ ഒന്ന് നനഞ്ഞ ടവലിനൊന്ന് നന്നായിട്ട് തുടച്ചെടുത്തു. താഴ്വശത്തുള്ള കബോർഡിൻ്റെ ഉൾവശമൊന്നും ഞാൻ ഇന്ന് ക്ലീൻ ചെയ്യുന്നില്ല, അത് നാളത്തെ നമ്മുടെ ടാസ്കിൽ പെടുന്ന, അതുകൊണ്ട് നാളെ ക്ലീൻ ചെയ്യത്തുള്ളൂ. അത് പുറമേ ഒന്ന് തുടച്ചെടുത്തതേ ഉള്ളൂ. അതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിന് താഴെയായിട്ട് ഒരു ട്രേ കൊടുത്തിട്ടുണ്ട്, കിഴങ്ങ് ഉള്ളി ഇതൊക്കെ ഇടാനായിട്ട്. ഞാനത് യൂസ് ചെയ്തൊന്നുമില്ല. എനിക്ക് കിഴങ്ങ് ഉള്ളിയൊക്കെ ഇടാൻ വേണ്ടി വേറെ ഒരു സ്റ്റാൻഡുണ്ട്, അതിനകത്താണ് ഇടുന്നത്. ഇതിന് അടിയിലായിട്ട് അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതാണ്. അതിന് ശേഷം പിന്നെ ഫ്രിഡ്ജൊക്കെ ഒന്ന് നീക്കി മാറ്റിയതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡ് കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഇത്രയൊക്കെ പണികൾ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് നമ്മുടെ ചോറും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഉപ്പൊക്കെ ഇട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം അതൊക്കെ ഒന്ന് ഊറ്റിയെടുത്തു. ഞാനെപ്പോഴും കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത്, അല്ലാതെ ഈ കലത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം ഈ റൈസ് കുക്കറിനകത്ത് ഇറക്കി വെക്കുന്നത് അതെൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, എനിക്കിതാണ് എളുപ്പം. ഇതാകുമ്പം 10 മിനിറ്റ് കൊണ്ട് കാര്യം കഴിയുമല്ലോ, മറ്റേതാണെങ്കിൽ കുറേ ടൈം എടുക്കും. അങ്ങനെ ചോറൊക്കെ ഒന്ന് ഊറ്റി മാറ്റി വെച്ചതിന് ശേഷം പിന്നെ കിച്ചണൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി. ഞാൻ ഡെയിലി അടിച്ചു വരാറുണ്ടെങ്കിലും ഡെയിലി തുടയ്ക്കാറൊന്നുമില്ല. ഒരാഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അങ്ങനെയൊക്കെ തുടയ്ക്കാറുള്ളൂ. കാരണം വലുതായിട്ട് അഴുക്കാവുന്നില്ലല്ലോ. അങ്ങനെ അടിച്ചുവാലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തത്. കാരണം സ്റ്റൗ ക്ലീൻ ചെയ്തതിന് ശേഷം അടിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെയും സ്റ്റൗ നിറയെ പൊടിയാവുമല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അടിച്ചു വാരിയതിന് ശേഷം സ്റ്റൗ ക്ലീൻ ചെയ്തെടുക്കാമെന്ന്. അങ്ങനെ സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഫ്രിഡ്ജും പുറമേ ഒന്ന് തുടച്ചെടുത്തു. അങ്ങനെ അടിച്ചുവാലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കിച്ചൺ മൊത്തം ഒന്ന് നന്നായിട്ട് തുടച്ചുകൂടി എടുത്ത്. അങ്ങനെ ഇന്നത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കിച്ചണൊക്കെ നല്ല നീറ്റായിട്ടിട്ട് ഇങ്ങനെ കാണുമ്പോൾ എന്താ മനസ്സിനൊരു സന്തോഷം. ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.